ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങളിലെ മഹത്വം ഉണർത്തൂ, മെൻഷ്യസിൻ്റെ ജീവിതം മാറ്റുന്ന ജ്ഞാനം. ഈ ലോകത്ത് ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പണം നഷ്ടപ്പെടുന്നതോ ഒരു ജോലി നഷ്ടപ്പെടുന്നതോ അല്ല. ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിലെ കഴിവ് ഒരിക്കലും തിരിച്ചറിയാതെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ചൈനീസ് തത്വചിന്തകനായ മെൻഷ്യസ് പറഞ്ഞത് ഇതായിരുന്നു: ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ മഹത്വത്തിൻ്റെ വിത്തുണ്ട്. ആ വിത്ത് വളർത്തുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. അത് അവഗണിക്കുന്നവർ ജീവിതം വെറുതെ കളയുന്നു. ഇന്ന് മെൻഷ്യസിൻ്റെ ഈ അത്ഭുതകരമായ ചിന്തകളിലൂടെ നമ്മൾ ഒരു യാത്ര പോകാം. ഒരു യാത്ര, സ്വന്തം ഉള്ളിലെ ശക്തിയെ കണ്ടെത്താനുള്ള യാത്ര. ഒരു ചെറിയ വിത്ത് കയ്യിലെടുത്ത് നോക്കൂ. അത് ചെറുതാണ്, നിസ്സാരമാണ്, എളുപ്പത്തിൽ തകർക്കാം. പക്ഷേ ആ വിത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നു. നൂറുകണക്കിന് പക്ഷികൾക്ക് അഭയമേകാൻ കഴിയുന്ന ഒരു വൃക്ഷം, ആയിരക്കണക്കിന് ഇലകൾ വിരിയാൻ കഴിയുന്ന ഒരു വൃക്ഷം. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യനും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ സാധാരണക്കാരനായി തോന്നാം, പരാജയപ്പെട്ടവനായി തോന്നാം, ആരും വിലമതിക്കാത്ത ഒരാളായി തോന്നാം. പക്ഷേ മെൻഷ്യസ് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയല്ല, നിങ്ങളുടെ യഥാർത്ഥ ശക്തി തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ സാധ്യതകളാണ്. ഇന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ. അവൻ എത്ര സമ്പാദിച്ചു, അവൾ എത്ര പ്രശസ്തയാണ്, അവന് എത്ര അനുയായികളുണ്ട്. പക്ഷേ മെൻഷ്യസ് പറയുന്നു, മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങളുടെ വളർച്ച അവസാനിക്കുന്നു. കാരണം ഓരോ വിത്തും ഒരേ സമയത്ത് മുളയ്ക്കില്ല. ഓരോ പൂവും ഒരേ ദിവസം വിരിയില്ല. സൂര്യനും ചന്ദ്രനും ഒരേ സമയത്ത് ഉദിക്കില്ല. എന്നിട്ടും രണ്ടിനും അതിൻ്റേതായ മഹത്വമുണ്ട്. നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ സമയം വരും. പക്ഷെ അതുവരെ വളരുക. ജീവിതം നമ്മെ പരീക്ഷിക്കും. പരാജയങ്ങൾ വരും. വിശ്വസിച്ചവർ വിട്ടുപോകും. അവസരങ്ങൾ നഷ്ടമാകും. സ്വപ്നങ്ങൾ തകർന്നു വീഴും. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം? മെൻഷ്യസിൻ്റെ മറുപടി അതിശയകരമാണ്. വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പോകുന്നവരെ ജീവിതം ആദ്യം കഠിനമായി പരിശീലിപ്പിക്കും. കാരണം സുഖ സൗകര്യങ്ങളിൽ നിന്ന് മഹാന്മാർ ജനിക്കാറില്ല, പ്രതിസന്ധികളിൽ നിന്നാണ്. ഇരുമ്പ് തീയിൽ ചുട്ടാണ് വാളാകുന്നത്. സ്വർണം ഉരുക്കിയാലാണ് ശുദ്ധമാകുന്നത്. മനുഷ്യനും അതുപോലെ. ഓരോ വേദനയും, ഓരോ പരാജയവും, ഓരോ കണ്ണീരും നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ ശക്തനാക്കാനാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ സന്തോഷകാലത്ത് ലഭിച്ചിട്ടില്ല. അത് വേദനയുടെ സമയത്താണ് ലഭിച്ചത്, പരാജയത്തിൻ്റെ സമയത്താണ് ലഭിച്ചത്, ആരെങ്കിലും നമ്മെ നിരസിച്ച സമയത്താണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്നത്തെ പോരാട്ടത്തെ വെറുക്കരുത്. ഒരു ദിവസം ഇത് തന്നെയാകും നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. മെൻഷ്യത്തിൻ്റെ മറ്റൊരു മഹത്തായ സന്ദേശം: നിങ്ങളുടെ ഹൃദയം സംരക്ഷിക്കുക. ഈ ലോകം നിങ്ങളെ
കടപ്പമുള്ളവനാക്കാൻ ശ്രമിക്കും. കരുണ കാണിക്കരുത് എന്ന് പഠിപ്പിക്കും. സ്നേഹം ദൗർബല്യമാണെന്ന് പറയും. പക്ഷേ മെൻഷ്യസ് പറയുന്നു, യഥാർത്ഥ ശക്തി മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, സ്വന്തം മനുഷ്യത്വം നഷ്ടപ്പെടാതെ ജീവിക്കുന്നതിനാലാണ്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾ പ്രതികാരം ചെയ്യണമെന്നില്ല. പകരം കൂടുതൽ വിവേകത്തോടെ മുന്നോട്ട് പോകാം. കാരണം വെറുപ്പ് മറ്റൊരാളേക്കാൾ കൂടുതൽ നശിപ്പിക്കുന്നത് അത് വഹിക്കുന്ന മനുഷ്യനെയാണ്. ഇന്ന് നമ്മൾ വിജയത്തെ അളക്കുന്നത് പണത്തിൻ്റെ അളവിലാണ്. വലിയ വീട്, വലിയ കാറ്, വലിയ ശമ്പളം. പക്ഷേ മെൻഷ്യസ് ചോദിക്കും, ഇതെല്ലാം നേടുന്ന വഴിയിൽ നിങ്ങൾ ആരായി മാറി? സത്യസന്ധത നഷ്ടപ്പെട്ടോ? മനുഷ്യത്വം നഷ്ടപ്പെട്ടോ? സമാധാനം നഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ അത് വിജയമല്ല, അത് വെറും വിലപിടിപ്പുള്ള പരാജയമാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് 2 തിരഞ്ഞെടുപ്പുകളുണ്ട്. ഒരു വഴി എളുപ്പമുള്ളത്, മറ്റൊരു വഴി ശരിയായത്. മഹാന്മാർ എപ്പോഴും ശരിയായ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനാലാണ് അവരുടെ വിജയം കാലത്തെ അതിജീവിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, എനിക്ക് ഒന്നും സാധിക്കില്ല, ഞാൻ പലതവണ പരാജയപ്പെട്ടു, എന്നെ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒന്നും കാണാൻ കഴിയില്ല. എന്നാൽ മണ്ണിനടിയിൽ വേരുകൾ വളരുകയാണ്, നിശബ്ദമായി, അദൃശ്യമായി. നിങ്ങളുടെ ജീവിതത്തിലും അതുതന്നെ ആയിരിക്കാം സംഭവിക്കുന്നത്. നിങ്ങളുടെ വളർച്ച മറ്റുള്ളവർക്ക് ഇപ്പോൾ കാണാനാകുന്നില്ല. അതുകൊണ്ട് അത് ഇല്ല എന്നല്ല. ഓരോ ചെറിയ നല്ല ശീലവും, ഓരോ പുസ്തകവും, ഓരോ പരാജയത്തിൽ നിന്നുള്ള പാഠവും, ഓരോ ആത്മനിയന്ത്രണവും നിങ്ങളുടെ ഉള്ളിലെ മഹത്വത്തിൻ്റെ വിത്തിന് വെള്ളമൊഴിക്കുകയാണ്. ഒരു ദിവസം ആ വിത്ത് വൃക്ഷമാകും. ലോകമപ്പോൾ പറയും, എന്തൊരു ഭാഗ്യം. പക്ഷേ നിങ്ങൾക്കറിയാം, അത് ഭാഗ്യമല്ല, വർഷങ്ങളായുള്ള നിശബ്ദ പരിശ്രമത്തിൻ്റെ ഫലമാണ്. മെൻഷ്യസ് അവസാനമായി പറയുന്നത്, മെൻഷ്യസിൻ്റെ ജീവിത ദർശനം ഒരു വാചകത്തിൽ പറഞ്ഞാൽ അത് ഇതാണ്: മഹത്വം പുറത്തുനിന്ന് ലഭിക്കുന്ന ഒന്നല്ല, അത് ഉള്ളിൽ നിന്ന് ഉണരുന്ന ഒന്നാണ്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ലോകം മാറേണ്ടതില്ല. ആദ്യം മാറേണ്ടത് നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളെ വിശ്വാസമാക്കി മാറ്റൂ, ഭയത്തെ ധൈര്യമാക്കി മാറ്റൂ, പരാജയത്തെ പാഠമാക്കി മാറ്റൂ. അതുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും വിരിയാത്ത ഒരു മഹാവൃക്ഷമുണ്ട്. അതിനെ വളർത്തേണ്ടത് നിങ്ങളാണ്. കാരണം ലോകത്തെ ജയിക്കുന്നതിലും വലിയ വിജയം സ്വന്തം ദൗർബല്യങ്ങളെ ജയിക്കുന്നതാണ്. നന്ദി. ഈ വീഡിയോ നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സന്ദേശം ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന ഒരാളിലേക്ക് ഷെയർ ചെയ്യും. ഓർക്കുക, നിങ്ങളുടെ മഹത്വത്തിൻ്റെ വിത്ത് ഇതിനകം നിങ്ങളിലുണ്ട്. അതിനെ വളർത്തുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം. അപ്പം ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരം പ്രയോജനാത്മകമായ വീഡിയോകളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ.